സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ.
എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ജീവവചനത്തിൻ്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സന്തോഷത്തിൻ്റെ താക്കോലും 3 വിധ സ്ഥാനങ്ങളും എന്ന ഒരു വിഷയമാണ് ഈ അനുഗ്രഹീതമായ ദിവസം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അത്ഭുതകരവും അതിശയകരവുമായി കഴിഞ്ഞ നാളുകളിൽ പരിപാലിച്ച ദൈവത്തിന് സർവ മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. മുടക്കം കൂടാതെ ദൈനംദിനം തിരുവചനം കേട്ട് ബലപ്പെടുവാൻ, വചനത്തിൻ്റെ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് കേട്ട വചനത്തിന്, ഉപദേശത്തിന്, കൽപ്പനകൾക്ക് അനുസരണം വരുത്തി കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ എല്ലാവിധമായ സൗകര്യങ്ങൾക്കായും ക്രമീകരണങ്ങൾക്കായും നടത്തിപ്പിനായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുതിയ ദിനങ്ങൾ അനുഗ്രഹമായിട്ട് അനുഭവിക്കുവാൻ, കേൾക്കപ്പെടുന്ന വചനത്താൽ അനുഗ്രഹിക്കപ്പെടാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയായിത്തീരട്ടെ. കുടപ്പുറപ്പുകളെ ദൈവം തൻ്റെ കരങ്ങളിൽ എടുത്തുപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ളവരെയാണ് എന്ന് വചനം വ്യക്തമാക്കുന്നു. നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്നവരെ ദൈവം തനിക്കായി ഉപയോഗിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ളവരെ ദൈവം അവരുടെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. പാപം ചെയ്യാതിരിക്കുക മാത്രമല്ല, പാപവഴികൾ വിട്ടുതിരിയുകയും പാപമെന്ന ശക്തിയെ വെറുക്കുകയും ചെയ്യുന്നവർ ദൈവത്താൽ മാനിക്കപ്പെട്ടവരാണ്. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവ വിശേഷതകളിൽ പ്രധാനമായതായിരുന്നു നീതിയെ ഇഷ്ടപ്പെടുക, ദുഷ്ടതയെ ദ്വേഷിക്കുക എന്നുള്ളത്. അതേ സ്വഭാവമാണ് തൻ്റെ സ്നേഹിതരിലും കർത്താവ് കാണുവാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു തൻ്റെ സകല സഹോദരന്മാരിൽ നിന്നും, സകല സ്നേഹിതന്മാരിൽ നിന്നും, സകല പ്രവാചകന്മാരിൽ നിന്നും വേർതിരിക്കപ്പെട്ടവനായിരുന്നു. തൻ്റെ സകല സ്നേഹിതന്മാരിൽ പരമായും പിതാവാം ദൈവം തൻ്റെ പുത്രനെ അഭിഷേകം ചെയ്തിരുന്നു. ദൂതന്മാരിൽ ആർക്കും ഇല്ലാത്തതും പുത്രനാം ക്രിസ്തുവിന് തൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിൻ്റെ മേൽ ലഭിച്ചിട്ടുള്ളതുമായ അഭിഷേകമായിരുന്നത്. പഴയ നിയമ ചരിത്ര താളുകളിൽ പ്രവാചകനെയും പുരോഹിതനെയും രാജാവിനെയും അഭിഷേകം ചെയ്തിരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിയമ ശുശ്രൂഷ ആരംഭിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മേൽ രാജകീയ, പ്രവാചക, പുരോഹിത ശുശ്രൂഷകൾക്കായുള്ള അഭിഷേകം വ്യാപരിച്ചിരുന്നു. ഈ വിധ 3 സ്ഥാനീയ ശുശ്രൂഷകളും കർത്താവിലുണ്ടായിരുന്നു. അവിടുന്ന് അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. കൂട്ടുകാരിൽ പരമായി, കൂട്ടുകാർ അവിടുത്തെ വിശ്വസിച്ച് അംഗീകരിച്ച വിശ്വാസികൾ അഭിഷിക്തരാണ്. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നു, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. പ്രിയരെ, അവനോട് കൂടെയുള്ള അഭിഷേകം അവൻ്റെ സ്നേഹിതന്മാരിലും ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന തിരുവചനം വ്യക്തമാക്കുന്നു. എന്നാൽ അതിലുപരിയായി സുവിശേഷത്തിൻ്റെ ആനന്ദ തൈലത്തിൽ പുത്രനെ വ്യത്യസ്തമായിട്ടാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. അവൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവർ, അവൻ്റെ സ്നേഹിതരും അഭിഷേകത്താൽ നിറയപ്പെട്ടവരുമാണ്. പുതിയ നിയമവിശ്വാസികൾ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണെന്ന് റോമാലേഖനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവർ അഭിഷിക്തരാകയാൽ അവരോട് കൂടെ രാജാക്കന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരുമാണ്. ദൈവവചനം ഓർപ്പിക്കുന്ന പത്രോസിൻ്റെ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്
തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് 1 പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദൈവം തനിക്ക് പ്രിയരായവരെ അവരുടെ കൂട്ടുകാരിൽ പരമായി തൻ്റെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. ഇപ്രകാരം അഭിഷേകം ചെയ്യപ്പെടാൻ ഒരുവൻ ദൈവത്തിന് പ്രിയനായി മാറേണ്ടത് ആവശ്യമാണ്. പ്രിയനാകണമെങ്കിൽ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നവനും ദുഷ്ടതയെ ദ്വേഷിക്കുന്ന സ്വഭാവത്തിനുടമയുമാകണം. അങ്ങനെയുള്ളവനെ ദൈവം അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്യപ്പെട്ടവന്റെ മേലുള്ള ഔദ്യോഗിക ആത്മീയ സ്ഥാനങ്ങളാണ് രാജകീയ, പ്രവാചക, പുരോഹിത അഭിഷേകം. ഈ സ്ഥാനങ്ങൾ ഇന്ന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ നിയമവിശ്വാസിക്ക് അവകാശപ്പെട്ടിരിക്കുന്നതാണ്. ഇന്നും ദൈവം നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നവരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനാണെന്നോ, ഈ 3 സ്ഥാനീയ ശുശ്രൂഷകൾ, രാജകീയ, പ്രവാചക, പുരോഹിത അഭിഷേകത്തിൻ്റെ ആ 3 വിധ സ്ഥാനങ്ങളിൽ അവരെ ആക്കി വയ്ക്കുവാൻ, അവരെ അലങ്കരിക്കുവാൻ, അവരെ ഉപയോഗിക്കുവാൻ ഇന്നും സ്വർഗം ആഗ്രഹിക്കുന്നു, തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രിയരെ, ഒരിക്കൽ ഇപ്രകാരം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട പലരും ഈ ദുഷ്കാലഘട്ടത്തിൽ അവരിൽ നിന്ന് അവരറിയാതെ തന്നെ അഭിഷേകത്തിൻ്റെ ശക്തിയും അവരിലുള്ള പുതിയ നിയമസ്ഥാനങ്ങളും നഷ്ടപ്പെട്ടവരായി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം അവർ ദുഷ്ടതയെ ദ്വേഷിക്കുന്നതിന് പകരം പല ദുഷ്ടതകൾക്കും കൂട്ടുനിൽക്കുന്നവരായി മാറുന്നു എന്നുള്ളതാണ്. ഇന്ന് ആത്മീക കോളത്തിൽ പലരും നീതിയെ സ്നേഹിക്കുന്നു, എന്നാൽ ദുഷ്ടതയെ ദ്വേഷിക്കുന്നില്ല എന്നത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. അത് ദൈവം വെറുക്കുന്നു. കുടപ്പുറപ്പുകളെ, നീതിയെ സ്നേഹിക്കുന്നതും ദുഷ്ടതയെ ദ്വേഷിക്കുന്നതുമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരുടെ ആരുടെ മേലെങ്കിലും ഇന്ന് സന്തോഷമില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ആ താക്കോൽ കൈമോശം വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. നഷ്ടപ്പെട്ട താക്കോൽ കണ്ടെത്തുക. അങ്ങനെ അത് കണ്ടെത്തിയാൽ അവർ ദൈവകരങ്ങളിൽ രാജകീയ, പ്രവാചക, പുരോഹിത ശുശ്രൂഷകൾക്കായി പുതിയ നിയമ സത്യത്താൽ ഉപയോഗിക്കപ്പെടുവാനിടയാകും. അങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായ ആത്മീയ ഉന്നതകരമായ ജീവിത നിലവാരം കൈവരിച്ച് ഈ വർഷം മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ തിരയുന്നു, ദൈവം നമ്മെ കാത്തിരിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആകയാൽ കഴിഞ്ഞ നാളുകളിൽ ചെയ്യാൻ കഴിയാതിരുന്നത്, ദൈവം ആഗ്രഹിച്ചത് ചെയ്യാൻ കഴിയാതിരുന്നത് കർത്താവെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ പുതിയ നാളുകളിൽ എനിക്കത് ചെയ്യാൻ ഇടയായിത്തീരണം. എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ താക്കോൽ ഞാൻ മടക്കി പ്രാപിക്കുന്നു. ഞാനത് കണ്ടെത്തുന്നു. എനിക്ക് മടക്കി തരുമാറാകണമേ, എന്നെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ജീവിതം നയിക്കുവാൻ സമർപ്പിക്കുക. ഓരോ ദിവസവും കർത്തൃകരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ താല്പര്യപ്പെടുക. ദൈവത്തിന് നാം ലാഭകരമായി പ്രവർത്തിക്കുന്നവരാകട്ടെ, നരകത്തെ കൊള്ളയടിക്കുന്നവരാകട്ടെ, സ്വർഗത്തെ നിറയ്ക്കുന്നവരാകട്ടെ, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി ദൈവസഭയോട് ചേർന്ന് നിന്ന് ആത്മീയമായി മുന്നേറുവാൻ, പ്രാണപ്രിയന്റെ വരവിനിടെ ഒരുങ്ങുവാൻ നമുക്കിടയായിത്തീരണം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ നൽകിത്തന്ന നല്ല അവസരത്തിനായി, ദിവസത്തിനായി, സമയത്തിനായി, സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും
അനുഗ്രഹിക്കണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം മാനിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ഉയർത്തുന്നവരായി ജീവിക്കുവാൻ, കർത്താവിൻ്റെ അഭിമാന ഭാജനങ്ങളായി നിലകൊള്ളുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും ഞങ്ങൾക്ക് കൽപ്പിച്ച് അനുഗ്രഹിച്ച് തരുമാറാകണമേ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് പ്രയോജനപ്പെടുന്നൊരു വർഷമാക്കി തീർക്കാം. ദൈവം എല്ലാവരും മാനിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവിനോട് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. We